വടകര ലിങ്ക് റോഡിലെ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയതോടുകൂടി പഴയ സ്റ്റാൻഡ് വീണ്ടും സജീവമായി. പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വടകരയിലെ വ്യാപാരികളുടെയും വിവിധ സംഘടനകളുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ലിങ്ക് റോഡിലെ ബസ് സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റുക എന്നത്. വടകര നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരി, ബസ് ഉടമ പ്രതിനിധികളുടെ യോഗത്തിലാണ് ലിങ്ക് റോഡിലെ ബസ് സ്റ്റാൻഡ് വീണ്ടും പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. നേരത്തെ പഴയ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയിരുന്ന കൊയിലാണ്ടി, പയ്യോളി, പേരാമ്പ്ര, കോട്ടയ്ക്കൽ, കൊളാവിപ്പാലം ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് ലിങ്ക് റോഡിൽ നിന്നും പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. ബസ്സുകൾ മാറ്റിയെങ്കിലും ലിങ്ക് റോഡിൽ മറ്റു വാഹനങ്ങൾ പാർക്കു ചെയ്യുന്നതിനാൽ ഗതാഗതക്കുരുക്കിന് കാരണമാവുന്നതിനാൽ ലിങ്ക് റോഡിൽ പാർക്കിങ്ങിന് ഒരു ഭാഗത്ത് ലൈൻ ഇടാൻ ട്രാഫിക് പോലീസ് നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വടകര മാർക്കറ്റ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കാരണം ബസ്സുകൾക്ക് അനുവദിച്ച സമയത്തിന് സ്റ്റാൻഡിലെത്താൻ കഴിയുന്നില്ലെന്നും ലിങ്ക് റോഡിലെ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് എത്തിയതോടുകൂടി ബസ്സുകൾ നിർത്തിയിടാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. ഇവിടെ സ്റ്റാൻഡിൽ പ്രധാന ബുദ്ധിമുട്ട് വണ്ടി വെക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. പിന്നെ ഇവിടെ എത്തിപ്പെടാനാവുന്നില്ല. ഫുള്ള് അടക്കാത്തൊരുട്ട് ഇങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാണ്. അവിടെ സാധനം ഇറക്കുന്നതിൻ്റെ പ്രശ്നം. നമുക്കൊരു 5 മിനിറ്റ് സമയമുള്ളൂ. ഇവിടെ വെച്ച് പോകാനുള്ള സമയമില്ല. വെച്ച് ഒരു ആളെ കയറ്റാനുള്ള സമയമില്ല. വെച്ച് പോയിവിടും. ഇവിടെ എത്തിപ്പെടാനുള്ള ബ്ലോക്കാണ് പ്രധാന പ്രശ്നം. ഇവിടെ എത്താൻ റോഡ് പണി കാരണം ഇവിടെ തീരെ സമയമില്ല. ഒരു അരമണിക്കൂർ അധികമുള്ള വണ്ടിക്ക് മാത്രമേ ഇവിടെ എത്തിപ്പെടാനാവും. അല്ലാത്തവരൊക്കെ ഇവിടെ ട്രിപ്പ് കട്ടാക്കി പോവുക, കാലി പോവുക, കൽമനപ്പാലത്തൂടെയൊക്കെ രക്ഷപ്പെടുക ഇവിടുന്ന്. അങ്ങനത്തെ ഒരു സ്ഥിതിയാണല്ലോ. ഇപ്പോൾ ഇത് മാറ്റിയ വളരെ നല്ല സമയത്തല്ല. റോഡ് പണിയോ അല്ലെങ്കിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാലോ ഇങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടൊരു ആൾക്കാർക്ക്, ജനങ്ങൾക്കും ബസ്സുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലിങ്ക് റോഡാകുമ്പോൾ എങ്ങനെ എത്തിപ്പെട്ട് അതിലൂടെ പോകാൻ ഒരു 5 മിനിറ്റ് അധികമുള്ള വണ്ടിക്ക് എങ്ങനെ എത്തിപ്പെടാൻ. ഇവിടെ ഇപ്പോൾ എത്താനാകാത്ത പ്രധാന ബുദ്ധിമുട്ട് അവിടെ തന്നെ. അടക്കാത്തൊരു അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ബ്ലോക്കാണ്. പുതിയ സ്റ്റാൻഡ് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ ഒരു 1/4 മണിക്കൂറിലധികം വേണം. എല്ലാ വണ്ടിക്കും ഒരു 5 മിനിറ്റ് സമയമുള്ളൂ. ഈ സമയത്ത് എത്തിപ്പെടാനാവുന്നില്ലാത്ത പ്രധാന ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് ഇത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ അടക്കാത്തൊരു ജംഗ്ഷനിൽ ഹൈവേ ഉള്ള ബസ് സ്റ്റോപ്പ് കുറച്ച് പുറകോട്ടാക്കിയത് കാരണം അവിടെ ബസ് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങോളം ബ്ലോക്കാണ്. അപ്പോൾ അതുവഴി ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഗവൺമെൻറ് റോഡിലൊക്കെ കംപ്ലീറ്റ് പാർക്കിംഗ് ആണ്. അതൊന്നും മാറ്റാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായില്ല. പിന്നെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ എത്തിപ്പെടാനും ഇപ്പം ബുദ്ധിമുട്ടാണ്. നിലവിലിപ്പം ബസ് ബ്ലോക്കായി കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഈ പഴയ സ്റ്റാൻഡ് എത്തുക പറഞ്ഞാൽ 10-15 മിനിറ്റ് എടുത്താലും പഴയ സ്റ്റാൻഡിൽ എത്താൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ലിങ്ക് റോഡിൽ തന്നെയായിരുന്നു കുറച്ചുകൂടി സൗകര്യം. അവിടെ കൂടുതലായിട്ട് കാറ് പാർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ബസ് വെക്കാൻ സൗകര്യമില്ലാണ്ടായത്. അപ്പോൾ അതൊക്കെ അധികാരികളെ ശ്രദ്ധയിൽ എത്തിക്കുക. ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഗതാഗതക്കുരുക്കിന് യാതൊരു പരിഹാരവും ആകുന്നില്ലെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. സനിക ബാലഗോപാൽ, മീഡിയ, വടകര. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു. വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്, നൈട്രജൻ ഫില്ലിംഗ്, ടയർ ഫിറ്റിംഗ്, വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഫാസ്ടാഗ്, ബ്രാൻഡ് ടയർസ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. മിതമായ നിരക്ക്, മികച്ച സേവനം, കൃത്യതയും സമയനിഷ്ഠതയും പ്രദാനം ചെയ്യുന്നു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര.